ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡേ ഫോർ എ പിക്നിക്. പിക്നിക്കിനായിട്ട് ഇന്ന് നല്ലൊരു ദിവസമാണ്, നല്ലൊരു ഭംഗിയുള്ള ഒരു ഡേ ആണ് ഇന്നെന്നാണ് പറഞ്ഞത്. ഇറ്റ് ഈസ് എന്നാണ് നമ്മളത് ഇറ്റ്സ് എന്ന് പറയും. ഇറ്റ് എന്നിട്ട് ഒരു അപ്പോസ്ട്രോഫി ഇട്ടിട്ട് എസ് എന്നാണ് ആ ഒരു വേർഡ് വരുന്നത്. ഇറ്റ് ഈസ്, അതായത് ഇപ്പോൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ ഇന്ന് പിക്നിക്കിന് പറ്റിയ ഒരു ദിവസമാണ്, ഇതാണ് എന്നുള്ള രൂപത്തിൽ പറയാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡാണ് ഇറ്റ് ഈസ് എന്നുള്ളത്. ഇറ്റ് ഈസ് എന്നുള്ളത് നമ്മൾ അപ്പോസ്ട്രോഫി യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിനെ നമ്മളൊന്ന് അബ്രിവിയേറ്റഡ് ആയിട്ടുള്ള ഒരു സ്മോൾ ഫോമിൽ യൂസ് ചെയ്യുന്നതാണ് ഇറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഇസ് ദ ഡോഗ് ചേസ്ഡ് ഇറ്റ്സ് ടെയിൽ. സോ ഇവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, നേരത്തെ പറഞ്ഞതും ഇറ്റ്സ് ആണ്, ഇപ്പോൾ പറഞ്ഞതും ഇറ്റ്സ് ആണ്. പക്ഷെ നേരത്തെ പറഞ്ഞത് ഇറ്റ് ഈസ് ആയിരുന്നു, ഇറ്റ് കഴിഞ്ഞിട്ട് അപ്പോസ്ട്രോഫി വന്നിട്ട് എസ് ആയിരുന്നു. ഇവിടുത്തെ ഇറ്റ്സിൽ എന്തില്ല, അപ്പോസ്ട്രോഫി ഇല്ല. ഓക്കെ, അതായത് ഒന്നിൻ്റെ, അതായത് ഇതിപ്പം ഇത് ഇതിൻ്റെതാണ് എന്നൊക്കെ നമ്മൾ പറയുക അല്ലേ. സോ അതങ്ങനെ പൊസസ് ചെയ്യുന്നുണ്ട്, ഇത് ഇതിൻ്റെതാണ് എന്നുള്ളത് പറയാനായിട്ടാണ് നമ്മൾ ഇറ്റ്സ് എന്ന് പറയുന്നത്, അപ്പോസ്ട്രോഫി ഇല്ലാതെ. അപ്പോൾ ഇവിടെ ഈ ഡോഗ് എന്ത് ചെയ്തു, അതിൻ്റെ ടെയിലിനെ തന്നെ, അതായത് ഇപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ ഡോഗിൻ്റെ ടെയിലിനെ തന്നെ. ഓക്കെ, സോ ഡോഗിൻ്റെ ടെയിലിനെ തന്നെ എന്ന് പറയുന്ന സമയത്ത് അവിടെ നമ്മൾ ഇറ്റ്സ് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്തത്. ഓക്കെ, അത് ചേസ് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുക കാണാറുണ്ടാവും. ഇപ്പോൾ ഡോഗിനെ നിൽക്കുന്ന സമയത്ത് ഫുൾ ടെയിൽസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് കളിക്കും, അല്ലെങ്കിൽ ആ ടെയിലിന് മുമ്പോട്ടൊക്കെ എടുത്തിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ തട്ടി കളിക്കും. അതായത് ജസ്റ്റ് ഹാവിങ് ഫൺ, ഒരു പ്ലേ മോഡിൽ ചെയ്യുന്നതാണ് അല്ലേ. സോ ദ ഡോഗ് ചേസ്ഡ് ഇറ്റ്സ് ടെയിൽ. ഓക്കെ, the next one is the cat's toys are all over the room. Okay, ഇവിടെ ക്യാറ്റിൻ്റെ, ഓക്കെ, ക്യാറ്റ്സ് ടോയ്സ് എന്ന് പറയുന്ന സമയത്ത് ഇത് ഒന്നിൽ കൂടുതൽ ക്യാറ്റ്സ് ഉണ്ട്. ഓക്കെ, CATS കഴിഞ്ഞിട്ടാണ് അപ്പോസ്ട്രോഫി വരുന്നത്, വിച്ച് മീൻസ് ഒന്നിൽ കൂടുതൽ ക്യാറ്റ്സ് ഉണ്ട്. സോ ഈ ഒന്നിൽ കൂടുതൽ വരുന്ന, അതായത് പ്ലൂറൽ ആയിട്ടുള്ള ഈ ക്യാറ്റ്സിൻ്റെ ടോയ്സ് എല്ലാം റൂമിൽ ഓൾ ഓവർ ആയിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് നിൽക്കുകയാണ് എന്നാണ് പറയുന്നത്. അതാണ് നമ്മൾ അവിടെ ക്യാറ്റ്സ് കഴിഞ്ഞിട്ട് അപ്പോസ്ട്രോഫി കൊടുക്കുന്നത്. ഓക്കെ, സോ നമ്മൾ അപ്പോസ്ട്രോഫി വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നോക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഇറ്റ്സ് ടൈം ഫോർ ഡിന്നർ. ഡിന്നറിനുള്ള സമയമായി, അതായത് ഇറ്റ് ഈസ്, ഇതിനായി. ഓക്കെ, ഇതിനുള്ള സമയമായി എന്നാണ് പറയുന്നത്. ദ ട്രീ ലോസ്റ്റ് ഇറ്റ്സ് ലീവ്സ് ഇൻ ദ ഫോൾ. ഓക്കെ, അതായത് ലീവ്സ് ഫോളൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ലീവ്സ് ഇങ്ങനെ വീണ് പോകാറൊക്കെ ഉണ്ട്, ഫോൾ എന്ന് പറയുന്ന ആ ഒരു സീസണൊക്കെ ആവുന്ന സമയത്ത്. സോ ആ ട്രീൻ്റെ ലീവ്സ് ഒക്കെ അതിന്ന് വിട്ടുപോയി, അതായത് ഫോൾ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എന്ന മീനിങ് ആണ് ഇറ്റ്സിന് വരുന്നത് അവിടെ. ദ സ്റ്റുഡൻസ് ബാക്ക് പാക്സ് വെയർ ഇൻ ദ ക്ലാസ് റൂം. ഓക്കെ, ദ സ്റ്റുഡൻസിൻ്റെ, അതായത് കുട്ടികളുടെ എന്നാണ്. അപ്പം കുട്ടികൾ എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ വന്നു, അത് പ്ലൂറലാണ്. അപ്പോൾ കുട്ടികൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ, സ്റ്റുഡൻസിന് കഴിഞ്ഞിട്ടാണ് നമ്മൾ അപ്പോസ്ട്രോഫി കൊടുക്കുക, കുട്ടികളുടെ എന്ന് പറയാനായിട്ട്. ഓക്കെ, ഇറ്റ്സ് റെയിനിങ് ഔട്ട്സൈഡ്. ഓക്കെ, പുറത്ത് മഴ പെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് റെയിനിങ് ഔട്ട്സൈഡ് എന്നാണ് അതിന് നമ്മൾ ഇറ്റ്സ് എന്ന് വേണ്ടിയിട്ട് പറയും. ഇറ്റ് കഴിഞ്ഞിട്ട് അപ്പോസ്ട്രോഫി കൊടുത്തിട്ട് എസ് കൊടുത്തിട്ടാണ് അത് പറയാം. ദ കാർസ് എൻജിൻ വാസ് മേക്കിംഗ് എ സ്ട്രേഞ്ച് നോയ്സ്. ഓക്കെ, കാറിൻ്റെ എൻജിൻ, അപ്പം ഒരു കാറാണ്, അതുകൊണ്ട് കാർ കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അപ്പോസ്ട്രോഫി ഇട്ടിട്ട് എസ് കൊടുക്കുക. സി ആക്ച്വലി നമ്മൾ അപ്പോസ്ട്രോഫീസ് മാത്രമായിട്ട് നോക്കിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ബോർഡൊക്കെ വെച്ചിട്ട്. ഐ ഹോപ്പ് യു ഓൾ നോ ഇറ്റ്. സോ ഇഫ് യു ഹാവൻ വാച്ച്, പ്ലീസ് ട്രൈ ടു വാച്ച് ദാറ്റ്. സോ ഇപ്പം നമ്മൾ നോക്കിയത് എന്തായിരുന്നു വെച്ചാൽ, സോ ഇങ്ങനെയൊക്കെയുള്ള, അതായത് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസസ്, അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസസിൽ നമ്മൾ എങ്ങനെ അപ്പോസ്ട്രോഫി യൂസ് ചെയ്യും, ഇത് ഇതിൻ്റെതാണ്, അല്ലെങ്കിൽ പൊസസ് ചെയ്യുന്നുണ്ട് എന്ന് പറയാനായിട്ട് എന്നായിരുന്നു നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ. ടു നോ മോർ അബൌട്ട് the course details provided in English Cafe, please click the link in the description and try to join. Thank you.